തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലെ ഗായത്രി എന്ന് പറയുന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസാണ്. അത് പ്രവീൺ ഈ അടുത്ത് അയാളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. ഈ പ്രവീൺ കൊല്ലം പരവൂർ സ്വദേശിയാണ്. അപ്പോൾ ഇയാൾ വിവാഹിതനാണ്. പക്ഷേ ഇയാൾ വിവാഹിതനാണെങ്കിലും ഇയാൾ ഗായത്രിയെ കൂടെ കൂട്ടി. ഗായത്രിയെ വിവാഹം കഴിക്കാം എന്ന് ഇയാൾ ഉറപ്പ് കൊടുത്തു. അങ്ങനെ വെട്ടുകാട് പള്ളിയിൽ ചെന്നിട്ട് കല്യാണം കഴിക്കുന്നത് പോലെ ഒരു പള്ളിയിൽ ചെന്നിട്ടൊരു താലിയൊക്കെ കെട്ടി, പള്ളിക്കകത്ത് അച്ഛനാണ് സാധാരണ പുരോഹിതനാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഗായത്രിയെ താലി കെട്ടിയെന്ന് വിശ്വസിപ്പിച്ചിട്ട് അപ്പോൾ അവർക്ക് ഉറപ്പായി ഇയാൾ കല്യാണം കഴിക്കും. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് വാക്ക് കൊടുത്തു. അപ്പോൾ ഇയാൾ ജോലി സംബന്ധമായി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഗായത്രിക്കും കൂടെ ചെല്ലണം എന്നായി. ഇടയ്ക്ക് ഇവർ തമ്മിൽ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പിണക്കമായപ്പോൾ പിണക്കം തീർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഗായത്രിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വിളിച്ചു വരുത്തുമ്പോൾ ഗായത്രിയുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് ഇയാൾക്ക് ഈ ബന്ധം രഹസ്യമായി തുടരണം. അവിടെ ഭാര്യ ഉണ്ടെങ്കിൽ പോലും ഇയാൾക്ക് ഗായത്രിയുമായി രഹസ്യമായി തുടരണം. പക്ഷേ ഗായത്രിക്ക് അത് പോരാ. ഗായത്രിയെ വിവാഹം ചെയ്യണം. ആ നിർബന്ധത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഗായത്രിയെ വിളിച്ചു വരുത്തി ആ ഹോട്ടലിൽ വെച്ച് ഇയാൾ കൊലപ്പെടുത്തുമായിരുന്നു.